പള്ളിയിലൊക്കെ പോയി വന്നിട്ട്. പള്ളി എപ്പോ കരിയും? 7 മണിയാവും. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുന്നിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ധൃതി വെക്കാതെ കൊച്ചേ, അപ്പം വരട്ടെ. സൂക്ഷിച്ചൊക്കെ പൊട്ടിക്കണേ. തേങ്ങ വിണ്ടേറിയ അയാൾ അടുത്ത വർഷം ഉണ്ടാവില്ലെന്നാ വിശ്വാസം. തേങ്ങയുടെ മേലെ ഒരു കണ്ണ് വേണേ. പോയടേക്കാം. മനുഷ്യൻ ചാകാൻ കിടക്കുമ്പോഴാണ് അവന്റെ ഒരു തേങ്ങ. അയ്യോ, അപ്പൊ വെറുതെ ആയിരുന്നോ? ഇമാതിരി അന്ധവിശ്വാസം കൂടി ഇനി വഴിക്ക് വന്നേക്കരുത്. ഓടിക്കോടുന്നു. സോറി ഈശോയെ, ഈശോ വേറെ മൂഡിലാണല്ലേ. എന്റെ ഈശോയെ, ഇന്ദ്രിയപ്പം വിണ്ടു കീറി. അതിന് എന്തോ അനർത്ഥം വരാൻ പോകുന്നു. ഈശോയെ, പണി പാളി. ഇന്ദ്രിയപ്പം പണി തന്നു. നീ എന്റെ മേടിച്ചു കിട്ടുവേ. ഓ, അതും അന്ധവിശ്വാസമാണോ? സോറി ഈശോയെ. എല്ലാരോടും ക്ഷമിക്കാൻ നോക്കുന്ന എന്നെ പറ്റി ഏതവനാണ് ഇമാതിരി തോന്നിയാസമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? പിന്നെ ഇവിടെ കുറെ എണ്ണം അറിഞ്ഞുകൊണ്ട് ചെയ്ത പാവങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു. പിന്നെ അറിയാതെ വിണ്ടുകീറിപ്പോയ ഇന്ദ്രിയപ്പത്തിനും തേങ്ങയുടെ പേരിൽ ശിക്ഷിക്കാൻ വരുന്നത്. ഓരോരോ കിടവന്മാർ ഓരോന്ന് പറയും. പണി പാലും വെള്ളത്തിൽ കിട്ടിയേനെ. എനിക്ക് ആദ്യം താ. അല്ല, മുതിർന്നവരാദ്യം, ഇളയവരവസാനം. എന്നാ വേഗം ആട്ടെ. ഈശോയെ, അപ്പൂപ്പന് നല്ലത് മാത്രം വരുത്തണേ. അപ്പൂപ്പൻ ഈശോയാണ്. പക്ഷെ വാതർന്ന പോയി. മിച്ചം വന്നത് അടുത്തുള്ള വീടുകളിൽ കൊടുക്കണമെന്നാ. അതെന്തിനാ? നാളെ ഞാൻ കുടിച്ചോളാം. മരിച്ച വീട്ടിൽ പാലും പഴം ഉണ്ടാക്കാൻ പാടില്ലെന്നേ. അപ്പുറത്തെ ത്രേസ്യാമ്മയുടെ കെട്ടിയോന്റെ സഹോദരന്റെ അപ്പൂപ്പന്റെ കൊച്ചുമോൻ മരിച്ചതല്ലേ. അവർക്ക് പാലും പഴമൊന്നും പിഴിയാൻ പറ്റില്ല. ഇങ്ങനൊരിത് വിശുദ്ധ കുർബാനയുടെ ഓർമ്മയായിരുന്നു. എല്ലാവരും കൂടി അത് ഇങ്ങനെയാക്കി. ക്ഷമിക്കീശോയെ, ഞാൻ പറഞ്ഞങ്ങ് മനസ്സിലാക്കിക്കോളാം.